ഇത് ശരിയാണ്. ഓർമ്മയുണ്ടോ സ്കൂളിലെ മാത്സിലെ ഓരോ കുഴപ്പിക്കുന്ന പ്രോബ്ലംസ്? ഐ റിമെമ്പർ. ഒരു ബസ്സിൽ 8 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ടിക്കറ്റിനും 5 രൂപയാണെങ്കിൽ അപ്പോ 70 പേർക്ക് ഇതുപോലെ എത്ര ബസ്സസ് വേണമെന്ന് ക്വസ്റ്റ്യൻ പൂർത്തിയാക്കി വരുമ്പോ തന്നെ സൺസെറ്റ് കഴിയും. റിയൽ ലൈഫിൽ ഇതിലെ ഒന്നുപോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശരിയാ. ഗൈസ്, റിയൽ ലൈഫ് ഇഷ്യൂസിൽ നിന്ന് റിയൽ ലൈഫ് മാത്സ് പ്രോബ്ലം ഓർമ്മ വന്നു. ക്യാൻ സമ്മൺ ടെൽ മീ, കുറഞ്ഞ NAV ഫണ്ട് ആണോ നല്ലത് അല്ലെങ്കിൽ ഹൈ NAV ഫണ്ട്? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 10,000 രൂപ നീ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. അതിന്റെ NAV 100 രൂപയാണ്. രാഹുൽ, നീ അതേ തുക 10 രൂപ NAV ഉള്ള ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുക. നിനക്ക് 100 യൂണിറ്റും നിനക്ക് 1000 യൂണിറ്റും ലഭിക്കും. ഒരു കാര്യം ഊഹിക്കാം, 2 ഫണ്ടുകളുടെയും പെർഫോമൻസ് ഏതാണ്ട് സമാനമാണെന്ന്. അവ രണ്ടും 10% റിട്ടേൺ തരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും എത്ര റിട്ടേൺസ് കിട്ടുമെന്ന് പറയൂ. നോക്കി ഒരു സെക്കൻഡ്. 1000 രൂപ. ബ്രോ, സെയിം. എക്സാക്ട്ലി. ദാറ്റ്സ് ബിക്കോസ് ഫണ്ടുകളുടെ പെർഫോമൻസ് NAVയെ ഒട്ടും ആശ്രയിക്കുന്നില്ല. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, ഫണ്ടിൽ NAV ഹൈ ആയാലും ലോ ആയാലും റിട്ടേൺസ് ലോയോ ഹൈയോ ആകുന്നില്ല. മനസ്സിലായോ? വാ, റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചുള്ള ഉത്തരം ശരിയാണ് സുബു. ഞാൻ നല്ലതാണ്, പക്ഷെ എന്നെക്കാൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.